നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ 2025-26 വർഷത്തേക്കുള്ള വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു. സമന്വയം എന്ന പേരിൽ ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ NS ശിവപ്രസാദ് ആണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. പാലങ്ങളുടെ നാടായ ആലപ്പുഴ നഗരത്തിലെ പ്രധാന പാലമായ മുപ്പാലം നാൽപ്പാലമാക്കുന്ന പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. പാലത്തിൽ ഇനി വൈദ്യുതീകരണം മാത്രമാണ് നടത്താനുള്ളത്. 2020 പഴയ പാലം പൊളിച്ച് പുതിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതെങ്കിലും പല കാരണങ്ങളാൽ നിർമ്മാണ പ്രവൃത്തികൾ നീണ്ടുപോവുകയായിരുന്നു. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ 45ാം സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ മാസം 22 രാവിലെ 9 മണിക്ക് റെയ്ബാൻ ഹാളിൽ നടക്കുന്ന സമ്മേളനം സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ഉന്നതതല കമ്മിറ്റിയായ ഹൈപ്പവർ കമ്മിറ്റി അംഗമായി ആലപ്പുഴ സ്വദേശി കൂടിയായ N പുരം ശിവകുമാറിനെ പാർട്ടി ചെയർമാൻ നാമനിർദ്ദേശം ചെയ്തു. വാർത്തകൾ വിശദമായി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ 2025-26 വർഷത്തേക്കുള്ള വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു. സമന്വയം എന്ന പേരിൽ ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ NS ശിവപ്രസാദ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ബഡ്ജറ്റ് അവതരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ 2025-26 വർഷത്തേക്കുള്ള വാർഷിക ബഡ്ജറ്റ് സമന്വയം ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ NS ശിവപ്രസാദ് അവതരിപ്പിച്ചു. 116.10 കോടി രൂപ വരവും 115.47 കോടി രൂപ ചെലവും 63 ലക്ഷം രൂപ നീക്കിയിരിപ്പും ഉൾപ്പെടുത്തിയ ബജറ്റാണ് അവതരിപ്പിച്ചത്. സേവന മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള ബജറ്റിൽ 53.09 കോടി രൂപയും കാർഷിക വികസനത്തിന് 5.08 കോടി രൂപ, മത്സ്യമേഖലയിൽ 2 കോടി രൂപ, ക്ഷീരവികസനത്തിന് 1.5 കോടി രൂപ, പട്ടികജാതി വികസനത്തിന് 16.12 കോടി രൂപ, പട്ടികവർഗ വികസനത്തിന് 90.08 ലക്ഷം രൂപ എന്നിങ്ങനെയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. 19,370 വീടുകൾ ജില്ലയിൽ നിർമ്മിച്ച് പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് നൽകുക എന്നുള്ള മഹത്തായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേരളത്തിൽ ലൈഫ് പാർപ്പിട പദ്ധതി നടപ്പാക്കുന്നത്. ജില്ലാ പഞ്ചായത്താകട്ടെ, ബ്ലോക്ക് പഞ്ചായത്താകട്ടെ, ഗ്രാമപഞ്ചായത്താകട്ടെ, ഈ സംവിധാനങ്ങളെല്ലാം ചേർന്നുകൊണ്ടാണ് ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി ഈ മഹത്തായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നത്. ഏറ്റവും പാവപ്പെട്ട ആളുകളാണ് അടച്ചുറപ്പില്ലാത്തൊരു വീട്ടിൽ ഇന്നും താമസിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് മുഴുവൻ പേർക്കും വീട് ലഭ്യമാക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനം അതിന്റെ പൂർണ്ണതയിലേക്ക് സഞ്ചരിക്കുന്നതിൽ ബഹുദൂരം ഇന്ന് പിന്നിട്ടിരിക്കുകയാണ്. ഭവന പദ്ധതിക്ക് 11 കോടി രൂപയും ഭിന്നശേഷിക്കാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി 5 കോടി രൂപയും, വിത്ത് ഗ്രാമം പദ്ധതിക്കായി 1.75 കോടി രൂപയും, കൃഷിയുടെ ആധുനികവൽക്കരണത്തിന് 50 ലക്ഷം രൂപയും, HIV ബാധിതർക്ക് പോഷകാഹാരം നൽകുന്നതിനായി നടപ്പാക്കുന്ന പാതയം പദ്ധതിക്കായി 70 ലക്ഷം രൂപയും, സ്പോർട്സ് ആണ് ലഹരി എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ കുട്ടികളെയും കായിക പരിശീലനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 50 ലക്ഷം രൂപയടക്കം മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ മാമോഗ്രാം യൂണിറ്റിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി 1.5 കോടി രൂപ എന്നിങ്ങനെയും തുക വകയിരുത്തിയ ബജറ്റാണ് അവതരിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ബഡ്ജറ്റ് അവതരണ യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. ഈ കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് നടത്തിയിട്ടുള്ളത്. ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും 100% ഒന്നും നമുക്ക് നടപ്പിലാക്കുവാനായിട്ട് ഒരിക്കലും കഴിയില്ല, കഴിഞ്ഞിട്ടുമില്ല. പക്ഷേ ആ 100%ത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, അത് മറ്റു ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി ഉള്ളത് കൊണ്ടാണ്. എന്നാൽ 75-80% കാര്യങ്ങൾ ബഡ്ജറ്റ് വിഭാവനം ചെയ്യുന്നത് നടത്തിക്കൊണ്ടാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് പോയിരിക്കുന്നത്. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ TS താഹ, MV പ്രിയ, ബിനു ഐസക് രാജു, മറ്റ് പ്രതിപക്ഷ അംഗങ്ങൾ, ഭരണകക്ഷി അംഗങ്ങൾ അടക്കം പഞ്ചായത്ത് സെക്രട്ടറി KR ദേവദാസ് തുടങ്ങിയവർ ബഡ്ജറ്റ് യോഗത്തിൽ സംബന്ധിച്ചു. പാലങ്ങളുടെ നാടായ ആലപ്പുഴ നഗരത്തിലെ പ്രധാന പാലമായ മുപ്പാലം നാൽപ്പാലമാക്കുന്ന പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. പാലത്തിൽ ഇനി വൈദ്യുതീകരണം മാത്രമാണ് നടത്താനുള്ളത്. 2020 പഴയ പാലം പൊളിച്ച് പുതിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതെങ്കിലും പല കാരണങ്ങളാൽ നിർമ്മാണ പ്രവൃത്തികൾ നീണ്ടുപോവുകയായിരുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്.
പാലങ്ങളുടെ നാടായ ആലപ്പുഴ ജില്ലയിലെ തന്നെ പ്രധാന പാലമായ മുപ്പാലം നാൽപ്പാലമാക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ലോക ടൂറിസം ഭൂപടത്തിലും ബോളിവുഡ് അടക്കം ചലച്ചിത്ര രംഗത്തും ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ പ്രധാന ലൊക്കേഷനുകളിൽ പ്രമുഖ സ്ഥാനമുണ്ടായിരുന്ന മുപ്പാലമാണ് കാലപ്പഴക്കത്താൽ പൊളിച്ചു നീക്കി ഇപ്പോൾ കാണുന്ന രൂപത്തിൽ ഏറെ ശ്രദ്ധയാകർഷിക്കും വിധം നാൽപ്പാലമായി രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ റിംഗ് റോഡുകൾ ഉൾപ്പെടെ പൂർത്തിയായിരിക്കുന്ന പാലത്തിൽ കൈവരികളുടെ പെയിന്റിംഗ് ജോലികളും നടപ്പാതയിലെ ടൈൽ വിരിക്കലും ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി വൈദ്യുതീകരണമാണ് ബാക്കിയുള്ളത്. വൈദ്യുതീകരണം കൂടി നടത്തി മാർച്ച് മാസം അവസാന ആഴ്ചയോ ഏപ്രിൽ ആദ്യവാരമോ പാലം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കാനാണ് അധികൃതർ ആലോചിക്കുന്നത്. നഗരത്തിന്റെ പ്രതാപ കാഴ്ചയായിരുന്ന മുപ്പാലം പൊളിച്ച് നാൽപ്പാലമാക്കുന്ന നടപടികൾ 2020 ഓഗസ്റ്റിലായിരുന്നു ആരംഭിച്ചത്. ഒരു വർഷത്തിനുള്ളിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നായിരുന്നു പറഞ്ഞതെങ്കിലും പല കാരണങ്ങളാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നീണ്ടുപോവുകയായിരുന്നു. 23 മീറ്റർ നീളവും 7.5 മീറ്റർ കാരേജ് വിസ്തൃതിയുള്ള 3 പാലങ്ങളും 26 മീറ്റർ നീളവും 7.5 മീറ്റർ കാരേജ് വിസ്തൃതിയുള്ള മറ്റൊരു പാലവും ഉൾപ്പെടുന്നതാണ് പുതിയ നാൽപ്പാലം. 17.44 കോടി രൂപയാണ് പാലത്തിന്റെ നിർമ്മാണ ചെലവ്. പുതിയ പാലം തുറക്കുന്നതോടെ പാലത്തിന്റെയും പരിസര പ്രദേശങ്ങളിലെയും വിനോദസഞ്ചാര സാധ്യതകൾ പരിപോഷിക്കുന്ന പദ്ധതികൾ നടപ്പാക്കാനും സാധ്യത ഏറെയാണ്. ഇവിടേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കത്തക്ക വിധം കനാലിന്റെ 4 ഭാഗത്തേക്കും ജലഗതാഗതമടക്കം നടപ്പാക്കാനും പദ്ധതിയുണ്ട്. അത്തരത്തിൽ ലോക ടൂറിസം ഭൂപടത്തിൽ കിഴക്കിന്റെ വെനീസായ ആലപ്പുഴയെ ആഴത്തിൽ അടയാളപ്പെടുത്താൻ നാൽപ്പാലത്തിന്റെ പങ്ക് വലുതായിരിക്കുമെന്ന് ടൂറിസം മേഖലയിലെ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ 45ാം സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ മാസം 22-ന് രാവിലെ 9 മണിക്ക് റൈബാൻ ഹാളിൽ നടക്കുന്ന സമ്മേളനം സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ 45ാം സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് KSRTCയിലെ അംഗീകാരമുള്ള ഏക പെൻഷൻ സംഘടന. അതിൻ്റെ 45ാമത് സംസ്ഥാന വാർഷിക സമ്മേളനമാണ് 22-ാം തീയതി ആലപ്പുഴയിൽ നടക്കുന്നത്. 45 വർഷം പൂർത്തീകരിച്ചിട്ടും KSRTCയിലെ പെൻഷൻകാർ ഇന്നും വളരെയേറെ പ്രയാസം അനുഭവിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞുകൂടുന്നത്. പ്രതിമാസ പെൻഷൻ ലഭിക്കുന്ന കാര്യം മുതൽ ആ പെൻഷനിൽ കാലാകാലങ്ങളിലുണ്ടാകുന്ന നേരിയ വർധനവടക്കം ലഭിക്കാതെ കേരളത്തിലൊട്ടാകെയുള്ള ജനങ്ങൾക്ക് മുഴുവൻ വിതരണം നടത്തിയിട്ടും ഓണത്തിന് കൊടുക്കുന്ന ഉത്സവ ബത്ത നൽകാതെ പ്രയാസപ്പെട്ട് കഴിയുന്ന ഒരു പെൻഷൻ വിഭാഗമാണ് KSRTC പെൻഷൻകാർ. ഈ മാസം 22-ന് രാവിലെ 9 മണിക്ക് റൈബാൻ ഹാളിൽ നടക്കുന്ന സമ്മേളനം സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പി മുരളീധരൻ പിള്ള അധ്യക്ഷത വഹിക്കുന്ന ഉദ്ഘാടന യോഗത്തിൽ മുൻ MP പന്ന്യൻ രവീന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തും. മുൻ മന്ത്രി VS ശിവകുമാർ വിവിധ വിഷയത്തെ അധികരിച്ച് പ്രഭാഷണം നടത്തും. സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PA മുഹമ്മദ് അഷ്റഫ് യോഗത്തിന് സ്വാഗതം പറയും. തകടി കൃഷ്ണൻ നായർ, ഹണി ബാലചന്ദ്രൻ, S അജയകുമാർ, MG രാഹുൽ എന്നിവർ സംസാരിക്കും. ട്രഷറർ AK ശ്രീകുമാർ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കും. KSRTC പെൻഷനേഴ്സ് നേരിടുന്ന വിവിധ വെല്ലുവിളികൾ സമ്മേളനത്തിൽ ചർച്ചയാകുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. പ്രസിഡന്റ് P മുരളീധരൻ പിള്ള, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PA മുഹമ്മദ് അഷ്റഫ്, ട്രഷറർ AK ശ്രീകുമാർ, ഓർഗനൈസിംഗ് സെക്രട്ടറി NS മുല്ലശ്ശേരി, ജില്ലാ പ്രസിഡന്റ് A അലിക്കുഞ്ഞ്, സെക്രട്ടറി AP ജയപ്രകാശ്, കേന്ദ്ര കമ്മിറ്റി അംഗം G തങ്കമണി, ആലപ്പുഴ യൂണിറ്റ് പ്രസിഡന്റ് ബേബി പാറക്കാടൻ, സെക്രട്ടറി V രാധാകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ഉന്നതതല കമ്മിറ്റിയായ ഹൈപ്പവർ കമ്മിറ്റി അംഗമായി ആലപ്പുഴ സ്വദേശി കൂടിയായ AN പുരം ശിവകുമാറിനെ പാർട്ടി ചെയർമാൻ നാമനിർദ്ദേശം ചെയ്തു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ഉന്നതതല കമ്മിറ്റിയായ ഹൈപ്പവർ കമ്മിറ്റി അംഗമായി AN പുരം ശിവകുമാറിനെ നോമിനേറ്റ് ചെയ്തു. പാർട്ടി ചെയർമാൻ PJ ജോസഫാണ് ആലപ്പുഴ സ്വദേശി കൂടിയായ AN പുരം ശിവകുമാറിനെ നോമിനേറ്റ് ചെയ്തത്. പാർട്ടിയുടെ ജില്ലയിലെ ഓഫീസ് ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരവെയാണ് ഹൈപ്പവർ കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ 2025-26 വർഷത്തേക്കുള്ള വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു. സമന്വയം എന്ന പേരിൽ ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ NS ശിവപ്രസാദ് ആണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്.
പാലങ്ങളുടെ നാടായ ആലപ്പുഴ നഗരത്തിലെ പ്രധാന പാലമായ മുപ്പാലം നാൽപ്പാലമാക്കുന്ന പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. പാലത്തിൽ ഇനി വൈദ്യുതീകരണം മാത്രമാണ് നടത്താനുള്ളത്. 2020-ലാണ് പഴയ പാലം പൊളിച്ച് പുതിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതെങ്കിലും പല കാരണങ്ങളാൽ നിർമ്മാണ പ്രവൃത്തികൾ നീണ്ടുപോവുകയായിരുന്നു. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ 45-ാം സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. ഈ മാസം 22-ന് രാവിലെ 9 മണിക്ക് റെയ്ബാൻ ഹാളിൽ നടക്കുന്ന സമ്മേളനം സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ഉന്നതതല കമ്മിറ്റിയായ ഹൈപ്പവർ കമ്മിറ്റി അംഗമായി ആലപ്പുഴ സ്വദേശി കൂടിയായ എൻ പുരം ശിവകുമാറിനെ പാർട്ടി ചെയർമാൻ നാമനിർദ്ദേശം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.